തേങ്ങാക്കോലിന്റെ പേജിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടാണ് വേൾഡ് കപ്പ് കണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു PS5 നേടാന്നുള്ളത്. പിന്നെ ഒന്നും നോക്കില്ല, ഓല ലിങ്ക് കയറിക്കാണ്ട് നേരെ കയറി ലിങ്കിൽ കയറി കളിച്ചു നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് സംഭവം സെറ്റാണ്. കളി ലൈവ് ആകുമ്പോൾ പ്ലേയേഴ്സിന്റെ ലൈനപ്പ് നോക്കിക്കാണ്ട് നല്ല കളിക്കുന്ന പ്ലേയേഴ്സിന് ബൈയും ചെയ്യാം, കളിക്കാത്ത പ്ലേയേഴ്സിന് സെല്ലും ചെയ്യാം. അപ്പൊ നമുക്ക് പോയിന്റ്സ് ആണ് കൂടും. സംഭവം സിമ്പിൾ ആണ്. പ്ലേയേഴ്സിനെ കുറിച്ചുള്ള തല ഉള്ളത് അനിയനാട്ടോ, ഓനാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിച്ചാണ്ട് പോയിന്റ് നേടിയാണ്ടല്ലോ ഫൈനലിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ രണ്ടാൾക്കാർക്കാണ് വെറുതെ PS5 തരുന്നത്. അത് മാത്രമല്ല ഗ്രൂപ്പ് സ്റ്റേജിൽ 14 വിന്നേഴ്സിനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ 7 ആൾക്കാർക്ക് ഫിഫന്റെ ജേഴ്സിയോ അല്ലെങ്കിൽ ഫിഫന്റെ ഫുട്ബോളോ കിട്ടും. അതും ഒഫീഷ്യൽ പേജിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനം. ഓരോ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആൾക്കാരായിട്ട് തെരഞ്ഞെടുക്കുക. കളി കാണുന്നു, നമ്മുടെ പോയിന്റ് ഇവിടെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. 60,000 നമ്മുടെ പോയിന്റ്. കളി അറിയുന്നുണ്ടെങ്കിൽ ഒറ്റ കളി മതി നമുക്കൊരു PS5 കിട്ടാൻ. FTL കളിക്കണം എന്നുള്ളവർക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം ബയോയിൽ ഇതിന്റെ ലിങ്ക് ആണ് കൊടുക്കുന്നുണ്ട്. എങ്ങനെ കളിക്കണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോ വെബ്സൈറ്റിൽ ഉണ്ട്. അതിനുവേണ്ടി ജസ്റ്റ് ബയോയിലുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10,000 കോയിൻസ് ഫ്രീ ആയിട്ട് കിട്ടും. FTL നിങ്ങൾക്ക് പൈസ ഇടാതെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗെയിമാണ്. കാരണം ഈ റഫറൽ കോഡ് യൂസ് ചെയ്താണ്ട് 500 കോയിൻ ഫ്രീ ആയിട്ട് കിട്ടട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ടീം എന്തായാലും പൊട്ടും. നിങ്ങൾ റഫറൽ കോഡ് വെച്ച് കയറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും 500 കോയിൻസ്. കറക്റ്റ് ടൈമിൽ നമ്മൾ ക്ലോസ് അടിച്ചാൽ നന്നായി. 58 മിനിറ്റിൽ സ്വീഡൻ ഒരു ഗോൾ അടിച്ച്. അതുകൊണ്ട് എന്തായി, അഥവാ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പോയിന്റ് ഡിം നിറഞ്ഞിരുന്നു. ബ്രസീലിന്റെ കളിക്ക് നമ്മൾ ഇതൊന്ന് കളിച്ചിരുന്നു, നമുക്ക് കുറച്ച് പോയിന്റ് അങ്ങനെ കിട്ടി. ക്വാർട്ടറിൽ 7 ആൾക്കാർക്ക് 10,000 രൂപ, സെമി ഫൈനലിൽ 4 ആൾക്കാർക്ക് 20,000 രൂപ വെച്ചാണ് കൊടുക്കണ്ടേ. അപ്പൊ പറഞ്ഞ പോലെ FTL കളിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ നോക്കിക്കോളൂ. ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ആര് തൂക്കുന്നുള്ള ഒന്ന് ജസ്റ്റ് കമന്റ് ഇട്ടാൽ. ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം വേൾഡ് കപ്പ് പോർച്ചുഗൽ തൂക്കുന്നേ.